ഗുഡ് മോർണിംഗ്. സെക്കൻഡ് ഡേ ആണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുക. ബ്രേക്ക്ഫാസ്റ്റ് അപ്പുറത്താണ്. ഉറക്കമൊക്കെ നല്ലതായിട്ട് ഉറങ്ങി. ഇന്നലെ രാത്രി ഭയങ്കര കിടിലമായിരുന്നു. എവിടാ? അവിടെ അവരെല്ലാം പോയെന്ന് തോന്നുന്നു. ഫ്ലൈറ്റ് യാത്രയുടെയും ഉറക്കമില്ലായ്മയുടെയും ഇന്നലെ തേരാപ്പാര നടന്നതിൻ്റെയും കംപ്ലീറ്റ് ക്ഷീണം ഒരൊറ്റ ഉറക്കത്തോടു കൂടി ഞങ്ങൾ സെറ്റായിട്ടുണ്ട്. രാവിലെ 8:30 ആകുമ്പോൾ എല്ലാവരും പോകാൻ റെഡിയാകണം, എന്നിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വരണമെന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ 8:30ക്കാണ് എല്ലാവരും എണീറ്റത്. അതുകൊണ്ട് തന്നെ നമ്മൾ റെഡിയായി വന്നപ്പോൾ 9 മണിയായി. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ പട്ടായയിലാണുള്ളത്. നമ്മുടെ ഹോട്ടലിൻ്റെ പേര് LK സെലസ്റ്റൈറ്റ് എന്നാണ്. ഇവിടെ കുറേ വെറൈറ്റി ഫുഡ് ഉണ്ടാണ്. നമ്മൾ ആദ്യം വന്നപ്പോൾ കണ്ടത് പീനട്ടിൻ്റെ കുറേ വെറൈറ്റി ആണെങ്കിൽ രാവിലെ വെറും വയറ്റിൽ ഇത് കഴിച്ച് ഗ്യാസ് കയറണ്ടെന്ന് കരുതി ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിച്ചത്. ഇവിടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അതുപോലെ തായ് ഉണ്ട്, അതുപോലെ ഇന്ത്യനും ഉണ്ട്. ആരെയും പിണക്കണ്ടെന്ന് കരുതി ഞാൻ ഇതിലെ എല്ലാം കുറച്ചെടുത്ത് കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡൊക്കെ കഴിക്കുവാണെങ്കിൽ നമുക്ക് പിന്നീട് വിശക്കത്തില്ല. അപ്പോൾ പതിവ് പോലെ ക്ലീൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോ എടുത്ത് നമ്മളിത് തുടങ്ങി ഇന്നത്തെ യാത്ര. ഇന്ന് നമ്മൾ കോറൽ ഐലൻഡാണ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ ഡ്രസ്സ് എടുക്കണം, കാരണം ബീച്ചാണ്. എനിക്ക് ബീച്ച് ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ ഞാനങ്ങനെ ബീച്ചിൽ പോകുമ്പോൾ എത്ര എൻജോയ് ചെയ്യാറില്ല. എനിക്ക് കടൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും പേടി തന്നെ. പക്ഷേ ഇന്ന് എങ്ങനെയാണെന്ന് അറിയില്ല. എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മൾ വാനിൽ നമ്മുടെ വേൽമുരുക ഹരോഹര ആ പാട്ടൊക്കെ ഇട്ട് തകർത്ത് നമ്മൾ ഇതേ കോറൽ ഐലൻഡിലേക്ക് പോകാൻ വന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ കുറേ ടൂറിസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ത്യൻസിനെയൊക്കെ നമുക്ക് ഇവിടെ ഒരുപാട് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഡ്രൈവർ ഇവിടെ ഉള്ള വേറൊരു ഗൈഡിനെ നമ്മളെ ഏൽപ്പിക്കും. അപ്പോൾ അവർ ഈ പിങ്ക് ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇവിടുത്തെ ഗൈഡ്സിനെ കാണാൻ പറ്റുന്നത്. അവർ നമ്മുടെ കയ്യിൽ ഒരു വൈറ്റ് ടാഗ് ഒക്കെ കെട്ടി തന്നു. അതുകൂടാതെ കയ്യിൽ എന്തോ അവരൊന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്. നമ്പർ 10 ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നത്. അതായത് എനിക്കൊന്നും ഗ്രൂപ്പ് വൈസ് ആയിട്ട് തിരിക്കുകയാണ്. നമ്മളുടെ ഗ്രൂപ്പിൽ 10 പേരാണുള്ളത്. അപ്പോൾ ഈ 10 പേര് ഒരുമിച്ച് പോകണം വരണം എന്നുള്ള രീതിയാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മളെ ഒരുമിച്ച് നിർത്തി ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഈ ഒരു ബോട്ടിലേക്ക് കയറുന്നത്. ഈ സ്പീഡ് ബോട്ടിൽ കയറിയാണ് നമ്മൾ കോറൽ ഐലൻഡിലേക്ക് പോകുന്നതെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ കടൽപ്പാലത്തിലൂടെ കുറേ നടന്നിട്ട് വേണം നമുക്കിനി ബോട്ടിൽ കയറാൻ. ഇവിടുത്തെ കടൽ കാണാനൊക്കെ ഭയങ്കര ഭംഗിയുണ്ട്. പിന്നെ ഈ സൈഡിൽ അങ്ങനെ ബീച്ചൊന്നും കാണുന്നില്ല. അപ്പോൾ കുറച്ച് ദൂരം പോകണമെന്ന് എനിക്ക് തോന്നുന്നു കോറൽ ഐലൻഡിലേക്ക് പോകാനായിട്ട്. പട്ടായ സിറ്റിയിൽ നിന്ന് ദൂരെ എഴുതിയത് കാണുന്നില്ല. അത് കിട്ടുന്ന രീതിയിൽ ഗൈഡ്സ് നമ്മളെ ഇവിടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അടുത്തതായിട്ട് നമ്മളെ ഇവിടുന്ന് സ്പീഡ് ബോട്ടിൽ കയറ്റി കുറച്ച് ദൂരെയുള്ള, അതായത് കടലിൽ നിന്ന് അടുക്കായിട്ടൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലെത്തി. അവിടെ ആണെങ്കിൽ പലതരം ആക്ടിവിറ്റീസ് ഉണ്ട്. ബനാന ബോട്ട്, പാരാസെയിലിംഗ്, അതുപോലെ കടലിനടിയിൽ പോയി കാഴ്ചകളൊക്കെ കാണുന്നത്. നമുക്ക് ഏത് വേണേലും സെലക്ട് ചെയ്യാം. അവിടെ ചിലപ്പോൾ നമ്മൾ ഇന്ത്യയിലെത്തിയ ഫീലാണ്. കാരണം ഈ ആക്ടിവിറ്റീസിനെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത് മൊത്തം ഇന്ത്യക്കാരാണ്. ഇത് കഴിഞ്ഞപ്പം പെട്ടെന്നൊരു തീരുമാനം ഉണ്ടായി. അതാണ് ഈ കാണാൻ പോകുന്നത്. ഇവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം കണ്ടതിന് ശേഷം നമ്മളങ്ങ് തീരുമാനിച്ചു, അതായത് 3 പെണ്ണുങ്ങളും കൂടെ പാരാസെയിലിങ്ങിന് പോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലൈഫ് ജാക്കറ്റൊക്കെയാണ് ഇവർ നമുക്ക് ഇട്ട് തരുന്നത്. ഇവിടെ ആണെങ്കിൽ ഓരോ മിനിറ്റിനിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരെ പാരച്യൂട്ടിൽ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്യൂ നിന്ന്, പിന്നെ ഞാനും സൂര്യനും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇതിൽ കയറാനായിട്ട് ഇന്ന് വരികയാണെന്നോ അല്ലെങ്കിൽ കയറണമെന്നോ ഒന്നും. പക്ഷേ അമൃതയുടെ മൈൻഡിലുണ്ടായിരുന്നു പാരാസെയിലിങ്ങിന് പോകണമെന്ന്. അമൃത ഇത് പലതവണ പറഞ്ഞപ്പോഴും ഞങ്ങളാരും വലിയ മൈൻഡ് കൊടുത്തില്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് ഇങ്ങനെ ഓരോരുത്തർ പോകുന്ന കണ്ടപ്പോൾ എന്താ ദാസം നമുക്കും കൂടെ പോയാലെന്ന് തോന്നി. അങ്ങനെ കയറിയതാണ് കേട്ടോ. എല്ലാവരും കൂടെ ഉണ്ട്. പിന്നെ ഇവർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെന്നൊക്കെ ഇവർ തന്നെ പറഞ്ഞതുകൊണ്ടായിരിക്കണം എനിക്കങ്ങനെ പേടിയൊന്നും തോന്നിയില്ല. അപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ റീലൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഈ ലൈഫ് ജാക്കറ്റ് ഇടുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ശരീരമൊക്കെ വലിഞ്ഞു മുറുകും. നല്ല ടൈറ്റായിട്ടാണ് ഇതിരിക്കുന്നത്. അങ്ങനെ എൻ്റെ കൂടെ എത്തി. ഞാൻ എല്ലാവരോടും ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. കൂട്ടത്തിൽ എല്ലാവരും ഉള്ളതുകൊണ്ടായിരിക്കണം എനിക്ക് അങ്ങനെ പേടി തോന്നിയില്ല. പക്ഷേ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഞാൻ ഈ പറക്കാൻ പോകുന്ന വീഡിയോ, അതിൽ യാതൊരു എഡിറ്റിങ്ങും ചെയ്തിട്ടില്ല. അതായത് വിത്തിൻ സെക്കൻഡ്സിനുള്ളിലാണ് നമ്മളെ അവർ പിടിച്ച് ഈ ബലൂണൊക്കെ കെട്ടി പെട്ടെന്ന് പറത്ത് വിടുന്നത്. അത് ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നി, അയ്യോ ഞാൻ പോകണോ വേണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ ബോട്ടുകാരൻ എന്നെ വലിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. അങ്ങനെ അങ്ങ് പൊങ്ങുകയും ചെയ്ത്. പക്ഷേ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാതെ പോവുക, ഇങ്ങനെ പാരാസെയിലിങ്ങിനൊക്കെ പോവുക. ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, എന്തായാലും നമ്മൾ മരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നി. പിന്നെ ഇതിന് നമുക്ക് ചിലവെന്ന് വെച്ചാൽ 800 ബാത്താണ്. അതായത്
ഞങ്ങൾക്ക് ബാത്ത് കിട്ടിയത് 3 രൂപ വെച്ചായതുകൊണ്ട് ഒരു 2400 റുപ്പീസാണ് ഒരാൾക്ക് വന്ന ചിലവ്. നമ്മൾ ഈ തൂങ്ങി അടുമ്പോൾ നമ്മുടെ കൈയുടെ ഷോൾഡറിൻ്റെ അവിടെയുള്ള ചെറിയൊരു പെയിൻ ഒഴിവാക്കിയാൽ നല്ല രസമാണ്. നമ്മൾ പറക്കുന്ന ഒരു ഫീലാണ്. പിന്നെ കടൽ മൊത്തം കാണാം. അത്യാവശ്യം നല്ല ഉയരത്തിലാണ് പറക്കുന്നത്. പിന്നെ അതൊക്കെ ഒരു വേറൊരു ഫീലിംഗ് ആകട്ടോ. ഒരു പക്ഷിയെ പോലെ പറന്നെന്നൊക്കെ പറയാം. അങ്ങനെ താഴെ വന്ന് ഇറങ്ങി. സൂര്യയാണ് നെക്സ്റ്റ് വന്നത്. ഞങ്ങൾ 3 പേരും 1 by 1 ആയിട്ടാണല്ലോ പോയത്. സൂര്യ വന്നപ്പോൾ അവർ ചാടി കയറി പിടിക്കുകയായിരുന്നു. കാരണം ഇതിൻ്റെ ബാലൻസ് തെറ്റി നമ്മൾ കടലിൽ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മിയയ്ക്ക് കയറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അവരുടെ കൂടെ ഇതിലേതെങ്കിലും ഒരു സ്റ്റാഫ് ആയിരിക്കും കയറിപ്പോകുന്നത്. അവരിങ്ങനെ ബെൽറ്റും കാര്യങ്ങളൊന്നും ഇടാതെ സർക്കസൊക്കെ കാണിക്കുന്ന കണക്ക് പോയതുകൊണ്ട് എനിക്ക് അത്ര വിശ്വാസമില്ല എൻ്റെ മോളെ വിടാൻ. അതുകൊണ്ട് കുട്ടികളെ ആരും തന്നെ കയറ്റിയില്ല. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നത്തെ ദിവസം രാവിലെ നമ്മുടെ ക്ലീൻ എടുത്ത ഫോട്ടോ. അതിട്ടപ്പോൾ മുതലേ എല്ലാവരും ചോദിച്ചതാണ് ഈ ഡ്രസ്സിൻ്റെ ലിങ്ക്. ഇത് ഞാനൊരു 3 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. പക്ഷേ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. ഇത് അജിയോന്ന് വാങ്ങിച്ചതിൻ്റെ ലിങ്കൊന്നും ഇപ്പോൾ ഇല്ല. സൺഗ്ലാസ് യൂസ്ഡേ ആണ്. അതും അജിയോയിൽ എന്തോ ഓഫർ വന്നപ്പം 200 രൂപയ്ക്ക് എന്തോ വാങ്ങിച്ചതാണ്. പിന്നെ നമ്മൾ പോയത് വേറൊരു ലോകത്തേക്കാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം സ്പീഡ് ബോട്ടിൽ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന കോറൽ ഐലൻഡിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും വേറൊരു കടൽ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭംഗിയാണ് എനിക്ക് കടലിന് തോന്നിയത്. ഇതാണ് കോറൽ ഐലൻഡ്. ഈ കോറൽ ഐലൻഡിൽ പോകുന്നെന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. എന്ത് ഭംഗിയാണെന്നറിയോ, ഭയങ്കര അടിപൊളി മണ്ണ്, വെള്ളം. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറയുമല്ലോ, നിങ്ങൾ യാത്ര ചെയ്യും, നിങ്ങൾ ലോകം കാണുന്നൊക്കെ പറയത്തില്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്ലൈറ്റിൽ കയറി മറ്റൊരു രാജ്യത്തെത്തുന്നതും ഈ കാഴ്ചകളൊക്കെ കാണുന്നതും. എന്ത് രസമാണെന്നറിയാം. കടലിനെ ഭയങ്കരമായിട്ട് പേടിക്കുന്നത് ഞാൻ ഇവിടെ വന്ന് കടലിൽ തന്നെ കിടപ്പും ഇരിപ്പും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ ആദ്യം ഇറങ്ങണോ വേണ്ടോ എന്നൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഇവിടെ വന്നത് കടലിൽ ഇറങ്ങാനല്ലേ എന്നൊരു തോന്നൽ വന്നു. പിന്നെ നമ്മൾ നേരത്തെ പാരസൈലിങ്ങിന് പോയില്ലേ, അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കടലിനടിയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സൈൻ ചെയ്തൊക്കെ വാങ്ങിച്ചുകൊണ്ട് എൻ്റെ മനസ്സിൽ ചെറിയൊരു ടെൻഷനുണ്ട്, ഇതെന്തിനാ സൈനൊക്കെ ചെയ്ത് വാങ്ങുന്നതെന്ന്. അപ്പോൾ അവരതിന് പോയേക്കാണ് ഈ കടലിനടിയിലെ കാഴ്ചകളൊക്കെ കാണാൻ. കുറച്ച് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. പിന്നെ ഇവിടെ ബീച്ച് സൈഡും ഇപ്പുറത്ത് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബീച്ച് സൈഡിൽ നമുക്ക് ഇരിക്കാനുള്ള ചെയേഴ്സ് ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. നമ്മൾ ഈ കോവളം ബീച്ചിലൊക്കെ പോകുമ്പോൾ കാണത്തില്ലേ സായിപ്പും മദാമയൊക്കെ ഇങ്ങനെ മാറി കിടക്കുന്നത്, ആ ഒരു സെറ്റപ്പ്. ഈ കടകളിൽ തന്നെ നമുക്ക് ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം, നമുക്ക് കുളിക്കാം. അതിനൊക്കെ 10-20 ബാത്തൊക്കെ വീതമാണ് നമുക്ക് പേ ചെയ്യേണ്ടി വരുന്നത്. പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്താൽ നമ്മൾ ഇരിക്കുന്നിടത്ത് ഫുഡ് കൊണ്ടുതരും, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ എന്തായാലും ഈ സ്ഥലം ഒന്ന് കാണാമെന്ന് കരുതി ഇറങ്ങിയത്. നല്ല വെയിലുണ്ട്, പക്ഷെ അധികം ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല, ബീച്ച് സൈഡ് ആയതുകൊണ്ടായിരിക്കും. എന്നാൽ പിന്നെ ഒരു സ്മൂത്തിയൊക്കെ കുടിക്കാമെന്ന് കരുതി അതൊക്കെ കുടിച്ച് ഇങ്ങനെ വെറുതെ നടക്കുകയാണ്. ഇവിടെയൊക്കെ ബിയറൊക്കെ കഴിച്ചുകൊണ്ടാണ് എല്ലാവരും കടൽ കാണാൻ ഇരിക്കുന്നതും. ലിക്കർ വേണമെങ്കിൽ ലിക്കർ കഴിക്കാം. ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അതാണ്. പിന്നെ ടൂറിസ്റ്റ് കൺട്രി ആകുമ്പോൾ ഇതൊക്കെ സുലഭമാണല്ലോ. പിന്നെ ഞങ്ങളുടെ ബോട്ട് വരാൻ സമയമായതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഈ കോറൽ ഐലൻഡിനോട് വിട വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ബോട്ടിലേക്ക് നമ്മൾ ഇതുപോലെ വെള്ളത്തിലിറങ്ങി നടന്ന് എന്നാണ് കയറേണ്ടത്. ഇങ്ങോട്ട് വന്ന സമയത്ത് ഈ കടലിലോട്ടാണ് ഇറങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു.
പക്ഷേ പിന്നീട് മനസ്സിലായി നമ്മുടെ അവിടുത്തെ കടലിൻ്റെ രീതിയും കാര്യങ്ങളും അല്ല ഇവിടുത്തേതെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോകാൻ ഒട്ടും മനസ്സില്ല. ഞാൻ ഓർത്ത് ഇവരെന്താ ഈ സമയം വരെ തന്നത്, അതായത് 1:45 വരെ അവർ ടൈം തന്നിട്ടുള്ളൂ. ആ സമയത്താണ് ബോട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളല്ലാതെ ഒറ്റയ്ക്ക് വേണം പോകാനായിട്ട്. ഇന്നത്തെ നമ്മുടെ പരിപാടി കോറൽ ഐലൻഡ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇത് കഴിഞ്ഞ് നമുക്ക് സ്വന്തമായിട്ട് കറങ്ങാൻ പോകാം. അപ്പോൾ എന്തായാലും ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സ്പീഡിലാണ് ഇത് കടലിൽ കൂടി ഇങ്ങനെ തെന്നി പോകുന്നത്. ഞാൻ അന്നേരം ഓർക്കുന്നുണ്ട് ഇതെങ്ങനെ മറിഞ്ഞു വീണാലോ. പിന്നെ ഈ സ്പീഡിൽ വരുന്നതുകൊണ്ടാകണം ആദ്യം വന്നോട്ടല്ല നമുക്ക് എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് നിർബന്ധമായിട്ട് ഇടണമെന്ന് അവർ പറഞ്ഞ് ഇടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം തകർത്ത് വരിന് ശേഷം ആദ്യത്തെ ആ കടൽപ്പാലത്തിലേക്ക് കൊണ്ടുവന്ന് ഇറക്കിയേക്കാണ്. ഇവിടുന്ന് ഇനി നമ്മൾ ഹോട്ടലിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇന്ന് ഈ കോറൽ ഐലൻഡ് പാക്കേജിൽ നമുക്ക് ലഞ്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യൻ ലഞ്ചാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അങ്ങോട്ട് പോയപ്പം ഗൈഡ് നമ്മുടെ കുറേ ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ തിരിച്ചു വന്നപ്പോൾ അവർ ഫ്രെയിം ചെയ്തൊക്കെ വെച്ചേക്കുന്നു. അത് നമ്മൾ വാങ്ങണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏകദേശം 300 രൂപ അങ്ങോട്ട് പേ ചെയ്യണമെന്ന്. ഇതാണ് ഒരു ഫോട്ടോ, ഓർമ്മയ്ക്ക് വേണ്ടി ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിലെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. സമയം ഇപ്പോൾ ഏകദേശം 3 മണിയോളം ആയെങ്കിലും നമുക്ക് ആർക്കും വിശപ്പില്ല. അതെന്താണെന്ന് അറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുറേ കുടിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകത, ഇവർ ജ്യൂസ് ആണേലും എന്ത് സാധനമാണേലും വലിയൊരു ഗ്ലാസ്സിൽ കുറേ ഐസ് ഫില്ല് ചെയ്തിട്ടാണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ട് കിടക്കും. അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരൊന്നും ഭക്ഷണം അധികം കഴിക്കുന്നത് ഞാൻ കണ്ടില്ല. അങ്ങനെ നമ്മൾ മുംബൈ മസാല എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലെത്തി. ഇവിടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ലഞ്ചായിരുന്നു. നമുക്ക് ഖീറുണ്ട്, റൈസ്, ചപ്പാത്തി, അതുപോലെ ചിക്കൻ കറി, പനീർ മട്ടർ മസാല, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പക്ഷേ എനിക്ക് തായ് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. കാരണം ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിലോട്ട് ചെന്നാൽ നമ്മൾ കഴിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ഭക്ഷണം തന്നെയല്ലേ. അതുകൊണ്ട് ഏതൊരു സ്ഥലത്ത് ചെന്നാലും അവിടുത്തെ ഫുഡ് കുറച്ച് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇഷ്ടം. പിന്നെ ഇവിടുത്തെ ഫുഡിന് ഭയങ്കര ടേസ്റ്റുമാണ്. നമ്മൾ വിചാരിക്കുന്ന തൊട്ട് എനിക്കങ്ങനെ ബുദ്ധിമുട്ടോ മണത്തിന് പ്രശ്നമോ അങ്ങനെ ഒന്നും തോന്നിയില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇനി നേരെ ഹോട്ടലിലേക്ക് പോവാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ്. പിന്നെ മിയയുടെ ഡ്രസ്സിനെ പറ്റിയും പാറുൻ്റെ ഡ്രസ്സിനെ പറ്റിയും ചോദിച്ചു. പാറുൻ്റെ അജിയാണ്, മിയയുടെ അല്ലാതെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.